ഷടാ, അതിന് ഇവര് ഞാൻ മാറ്റിവെച്ച് ഡ്യൂപ്ലിക്കേറ്റ് യന്ത്രമായിട്ടല്ലേ പോകുന്നത്. ദോഷങ്ങളെല്ലാം ഈ കാറിനകത്ത് തന്നെ. എന്റെ ജീവിതം അപകടത്തിലായല്ലോ. ഞാനൊരു ഓട്ടോ പിടിച്ചോ നടന്നോ വേണമെങ്കിലും വരായിരുന്നു. അയ്യോ ശാരദാമ്മേ, അയ്യോ ഇതെന്ത് പറ്റി? ശാരദാമ്മേ, 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 അയ്യോ ഇതെന്താ പറ്റിയത്? ശാരദാമ്മേ, ശാരദാമ്മയ്ക്ക് എന്താ പറ്റിയേ? ശാരദാമ്മേ, പൊന്നി, പൊന്നിയെ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ശാരദാമ്മേ, പൊന്നി, എന്താ പറ്റിയേ? അയ്യോ ശാരദാമ്മേ, അയ്യോ ശാരദാമ്മയ്ക്ക് എന്ത് പറ്റി? ശാരദാമ്മേ, 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 അയ്യോ അനക്കൊന്നുമില്ലല്ലോ. ശാരദാമ്മേ, 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 കുറച്ച് വെള്ളം എടുത്ത് കളിക്കുക. ശാരദാമ്മേ, എന്റെ ഈശ്വരാ, എന്താ പറ്റിയേ? ഡോക്ടർ, ഭയപ്പെടാനൊന്നുമില്ല. പെട്ടെന്ന് BP കൂടിയതാ. കുറച്ച് കഴിയുമ്പം കണ്ണു തുറന്നോളൂ. ഡോക്ടറെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഏയ്, ആള് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പിന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന സംഗതികളൊന്നും ചുറ്റും ഉണ്ടാവരുത്. മറ്റെന്തെങ്കിലും അസ്വസ്ഥത തോന്നുവാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഓക്കെ, ശരി. ശരി പൊന്നി.
ദൂരമുണ്ടോ വിഷ്ണുട്ടാ? ആ, നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അർജുനേട്ടാ, കൊറേ നേരമല്ലേ, കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ എടുക്കാം. കൊടുക്ക്. ഇതൊരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണോ? സത്യത്തില് നമ്മൾ പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്കൊന്നും പറയാൻ പറ്റില്ല. മുമ്പ് അവിടെ ആദിവാസികൾ കെട്ടിയുണ്ടാക്കിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു ഉഗ്രമൂർത്തി. പുറം നാട്ടിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ മൃത്യുഞ്ജയ പൂജയ്ക്ക് വരാറുണ്ടായിരുന്നു അത്രേ. ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായ ഒരു ഉരുൾപൊട്ടലില്ലേ, ചുറ്റുള്ളതെല്ലാം മണ്ണിലടിയിലായെങ്കിലും ശിവലിംഗ വിഗ്രഹം മാത്രം അവിടെ അതേപടി നിന്നു. ശക്തിക്കും ക്ഷയം ഉണ്ടായില്ല. പിന്നീട് പലരും ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ശ്രമിച്ചെങ്കിലും പല തടസ്സങ്ങളും അപകടങ്ങളും ഉണ്ടായെന്ന കേട്ടത്. ഈ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചതൊന്നും പുനരുദ്ധരിക്കേണ്ടെന്നാണ് ഭഗവാന്റെ ഇച്ഛ എന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞുത്രേ. പിന്നീട് ആരും അതിന് ശ്രമിച്ചിട്ടില്ല. അപ്പോ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ? അത് ഇവിടെ എന്തോ നിത്യപൂജ ഉണ്ട്, ഒരു പൂജാരി. അത് വെറും പൂജാരി അല്ല, ഈ പുറപ്പെടാ ശാന്തി എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഈ ആദിവാസി ഗോത്രത്തിൽപ്പെട്ട പൂജാരിയാ. അയാൾ ഇവിടെ മറ്റേ എവിടെയും പോകാറില്ല. ഈ കിഴങ്ങുകളും പഴങ്ങളും ഈ കാട്ടരുവിലെ വെള്ളമൊക്കെയാണ് അത്ര ആഹാരം. ഒരു നിത്യ ബ്രഹ്മചാരി. അതെ, നടക്കല്ലേ, പോവാം. വാ. അതെ, നോക്കി വേണേ, കല്ലുണ്ട്. ദേ, അവിടെയാ ക്ഷേത്രം. എനിക്കിപ്പോഴും ഇതൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വെറുതെ. നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട് അർജുനേട്ടാ. ഒരു മനുഷ്യ ആയുസിൽ ഈ ഭൂമി മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയുന്നില്ല ഒരാൾക്ക്. പിന്നല്ലേ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങള്. ഓ, ആയിക്കോട്ടെ. എന്താടാ പാറക്കുട്ടി? ഉണർത്തിയാലോ? പൂയം നക്ഷത്രത്തിൽ പിറന്ന കുഞ്ഞ് അല്ലേ? അതെ സ്വാമി. യന്ത്രം വിഗ്രഹത്തിന് തെക്ക് ഭാഗത്തുള്ള മരത്തിൽ ബന്ധിച്ചോളൂ. കുഞ്ഞിന്റെ മാതാവ് വേണം യന്ത്രം ബന്ധിക്കാൻ. നാളെ മധ്യാഹ്നത്തിലുള്ള മൃത്യുഞ്ജയ പൂജ വരെ അതിന്റെ കെട്ടഴിയാനോ നിലത്ത് വീഴാനോ പാടില്ല. ഒന്ന് പിടിക്കും. शिव शंभो स्वयंभो शिव शंभो स्वयंभो त्र्यंबकं यजामहे सुगंधिं पुष्टिवर्धनम् उर्वारुकमिव
1 മണി അരിയോ 1 നാണയത്തൊട്ടോ സ്വീകരിക്കാൻ പാടില്ല. ഭഗവാനും അവിടുത്തെ ദാസനുമുള്ളതെല്ലാം അവിടുന്ന് തന്നെ കൊടുത്തുകൊള്ളൂ. ഇനി നിങ്ങൾക്ക് പോകാം. ഭഗവാനെ, പ്രീതിക്കും കുഞ്ഞിനും ആപത്തൊന്നും ഉണ്ടാവരുതേ. ആ കാറില് ഞാനും കൂടെ ഉണ്ടെന്ന് ഓർത്തോണേ ഭഗവാനെ. അപകടം എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാത്ത നേരത്ത് കൊടുക്കണേ. അതെ, കഴിഞ്ഞില്ലേ? പോവാം. സൂക്ഷിച്ചു. പോകാം. എന്നാലും എന്തായിരിക്കും ശാരദാമ്മയ്ക്ക് BP കൂടാൻ കാരണം? കുട്ടികളെല്ലാം ഒരു ഉല്ലാസയാത്രയ്ക്ക് കൂടിയല്ലേ പോയത്. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്തായാലും ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ. അർജുനേട്ടന് ഇപ്പൊ വിശ്വാസമായോ സിദ്ധം പറഞ്ഞ കാര്യം? അതിലും ശാസ്ത്രത്തിൽ വിശദീകരണം ഉണ്ട് ശാലിനി. മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കുന്നവർക്ക് ഒരളവ് വരെ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനും പറ്റും. മുമ്പത്തെ ടെലിപതി എന്ന് പറയും, ഇപ്പോ മെന്റലിസം. അർജുനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വന്നപ്പോ മുതൽ എന്റെ മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്. ശാന്തി സമാധാനമൊക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയല്ലേ പ്രതി? അങ്ങനെയാണ്. വാ.
ആരുടെ ഫോണാ അത്? പരിചയമില്ലാത്ത ശബ്ദമാണല്ലോ. ശാരദാമ്മയുടെ ഫോണാണോ? പൊന്നി, നീ അതിങ്ങ് എടുത്തോണ്ട് വന്നേ. അമ്മ എന്താ ഫോൺ എടുക്കാത്ത? എന്തേലും പ്രശ്നമുണ്ടോ? ശാലിനി കുഞ്ഞാണല്ലോ. ഒന്നുകൂടി ഒന്ന് വിളിച്ചു. കട്ടായി. ശാലിനി കുഞ്ഞാ വിളിച്ചത്. ഇനി അവള് വിളിച്ച ശാരദാമ്മയുടെ കാര്യം എന്തു പറയും? ശാലിനി കുഞ്ഞാ.